ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഞാനിന്ന് മുട്ട വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ നല്ല അടിപൊളിയായിട്ടും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്. മുട്ട ബോക്സിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇനി ഒട്ടും വൈകാതെ തന്നെ നമുക്കതിൻ്റെ റെസിപ്പിയിലേക്ക് തന്നെ കടക്കാം. അപ്പോൾ ആദ്യം തന്നെ ഒരു പാനിലേക്ക് 2 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്കൊന്ന് ചൂടായി വരുന്ന സമയത്ത് മീഡിയം സൈസിലുള്ള 2 ഉള്ളിയാണ് കേട്ടോ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. 2 ഉള്ളിയാണ്. അത് നല്ല നേരിയതാക്കിയിട്ട് തിന്നാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഈ ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയിൽ ഉള്ളി നല്ലതുപോലെ തന്നെ വഴണ്ട് കിട്ടണം. ആ ഒരു ലൈറ്റ് ഗോൾഡൻ കളറൊക്കെ ആയി വരില്ലേ, ആ ഒരു സമയം വരെ വേണം നമുക്കത് ഉള്ളി വാട്ടിയെടുക്കാൻ. അപ്പോൾ ഞാനൊന്ന് അടച്ച് വെച്ച് കൊടുത്തിട്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഒന്നുകൂടെ ഒന്ന് തുറന്നിട്ട് ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഉള്ളി നല്ലതുപോലെ തന്നെ സോഫ്റ്റ് ആയിട്ട് വന്നോട്ടെ. അപ്പോൾ ഏകദേശം ഇതിവിടെ റെഡി ആയിട്ടുണ്ടല്ലോ. ഇതുപോലെ ഒന്ന് ലൈറ്റ് ഗോൾഡൻ കളർ ആയിട്ട് വരണം. അതാണ് കറക്റ്റായിട്ടുള്ള പരുവം. ഇനിയിപ്പോൾ ഇതിലേക്ക് 2 പച്ചമുളക്, കുറച്ച് കരിവേപ്പില അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. ഇനി അതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, സാധാരണ മല്ലിപ്പൊടി. അതിൻ്റെ കൂടെ 1/4 ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയും ഐറ്റംസ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പം മുളക് എരിവ് കുറവുള്ളതാണെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടി ഓപ്ഷണലാണ്. അപ്പം എരിവ് കുറച്ചുകൂടി വേണമെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം കുരുമുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. സാധാരണ മുട്ട പപ്സിൻ്റെ ഉള്ളിലുണ്ടാവില്ല ആ ഒരു ബ്ലാക്ക് കളറിലുള്ള ആ ഒരു മസാല, ആ ഒരു രീതിയിൽ വേണം കേട്ടോ നമുക്കത് ഉണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ നന്നായിട്ടൊന്ന് റെഡിയായിട്ട് വന്നിട്ടുണ്ട് കണ്ടല്ലോ. ഈ ഒരു പരുവത്തിൽ വേണം റെഡിയാക്കി എടുക്കാൻ. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടെ ലാസ്റ്റായിട്ട് കുറച്ച് മല്ലിയില അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം സാദാ പച്ചവെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം. അധികം ഡ്രൈ ആയിട്ട് ഉണ്ടാവാൻ പാടില്ല കേട്ടോ. ചെറിയൊരു നനവോട് കൂടിയിട്ടുള്ള മസാല വേണം ഉണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ ഇതാ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്കതിന് വേണ്ടിയിട്ട് അടുത്തതായിട്ട് കുറച്ച് ദോശയൊന്ന് ചുട്ടെടുക്കാനുണ്ട്. അപ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പോളം മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കോഴിമുട്ടയാണ് കേട്ടോ. 1 കപ്പ് മൈദയിലേക്ക് 1 കോഴിമുട്ട എടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതിനനുസരിച്ച് എടുക്കാം. ഇനിയിപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ 1/2 ഗ്ലാസ് പാല്, 1/2 കപ്പ് പാലെടുക്കുക. നിങ്ങളുടെ കയ്യിൽ കപ്പില്ലെങ്കിൽ 1/2 ഗ്ലാസ് പാലെടുക്കുക. അതിനുശേഷം 1/2 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 1 കപ്പ് മൈദയിലേക്ക് 1 കപ്പ് വെള്ളം എന്ന രീതിയിലാണ് ഒഴിച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ 1 കപ്പ് വെള്ളം വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക. അതല്ലെങ്കിൽ 1 കപ്പ് മൊത്തമായിട്ട് തന്നെ പാല് വേണമെങ്കിലും ചേർത്ത് കൊടുക്കും. ഞാനിപ്പോൾ 1/2 കപ്പ് പാലും 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം അതിലേക്ക് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അത്യാവശ്യം നല്ലതുപോലെ തന്നെ ബ്ലെൻഡ് ചെയ്തെടുക്കുക. എന്നിട്ട് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മാവിൻ്റെ കൺസിസ്റ്റൻസി ശ്രദ്ധിക്കുക. നല്ല ലൂസായിട്ടുള്ള പരുവത്തിലാണ്. നമ്മൾ സാധാരണ ദോശയൊക്കെ നീർദോശയൊക്കെ റെഡിയാക്കി എടുക്കില്ല, അതുപോലെ നല്ല ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസിയിലാണ് ഇതിൻ്റെ ബാറ്റർ വേണ്ടത്. അപ്പോൾ ആ 1 കപ്പ് മൈദയിലേക്ക് 1 കപ്പ് വെള്ളം എന്ന രീതിയിൽ അളന്നെടുത്താൽ മതി. അപ്പോൾ അത് കറക്റ്റാണ്. 1 കോഴിമുട്ടയും കൂടെ വരില്ലേ, അപ്പോൾ അത് കറക്റ്റായിട്ടുള്ള മെഷർമെൻറ്റ് തന്നെയാണ്. ഇനി നമുക്ക് ദോശ ചുട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ ഫില്ലിങ്ങിൻ്റെ കൂടെ വെച്ച് കൊടുക്കാനായിട്ട് ഞാനിപ്പോൾ 4 കോഴിമുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. 4 കോഴിമുട്ട പുഴുങ്ങിയിട്ട് അതിൻ്റെ സെൻറ്ററൊന്ന് തോലൊക്കെ കളഞ്ഞിട്ട് സെൻറ്ററൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എത്ര സ്നാക്ക് ഉണ്ടാക്കുന്നോ അതിനനുസരിച്ച് നിങ്ങൾക്ക് മുട്ടയിൽ മാറ്റം വരുത്താം. ഇപ്പോൾ 1 മുട്ടയുടെ ഹാഫെങ്കിലും അതിൽ വെച്ച് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഇനിയിപ്പോൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ബാറ്റർ വെച്ചിട്ട് ഞാനിപ്പോൾ ദോശ ചുട്ടെടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെ തവയിൽ മാവ് ഒഴിച്ചിട്ട് നന്നായിട്ട് പരത്തി കൊടുക്കുക. തിന്നാക്കിയിട്ട് പരത്തി കൊടുക്കുക. എന്നിട്ട് മുകൾ ഭാഗം ഒന്ന് ഡ്രൈ ആയി കഴിഞ്ഞാൽ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അധികം ടൈമൊന്നും വേണ്ട. പെട്ടെന്ന് 2-3 സെക്കൻഡ് കൊണ്ട് തന്നെ ഇത് ഡ്രൈ ആയിട്ട് വരും. എന്നിട്ടൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അത്രയും മതി. ഓവർ നെരിയാനൊന്നും നിൽക്കണ്ട. ഇനിയിപ്പോൾ 6 ദോശ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ സെൻറ്ററിലോട്ടായിട്ട് നമുക്ക് ആദ്യം റെഡിയാക്കി വെച്ചിട്ടുള്ള മസാല വെച്ച് കൊടുക്കാം. എന്നിട്ട് മസാലയുടെ മുകളിലായിട്ട് പുഴുങ്ങി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ടയും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 6 ദോശ 4 ഭാഗത്തു നിന്നും ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ഒരു ബോക്സ് ആക്കി എടുക്കാം. കണ്ടല്ലോ, ഇതിപ്പോൾ ചൂടോടുകൂടി തന്നെ ചെയ്തെടുക്കണം. 6 ദോശയുടെ ചൂട് ആറുന്നതിന് മുമ്പ് തന്നെ ചെയ്തെടുക്കുകയാണെങ്കിൽ ഇത് കറക്റ്റായിട്ട് തന്നെ ഒട്ടി നിൽക്കും. അപ്പോൾ ഇതിലേക്ക് ഒട്ടിച്ചെടുക്കാനായിട്ട് വേറെ മൈദയുടെ കൂട്ടൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ആ ദോശ ചൂടാറുന്നതിന് മുമ്പ് തന്നെ ഒട്ടിച്ചെടുത്താൽ മതി, ഫോൾഡ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മളൊരു ദോശ ഒഴിച്ച് കൊടുത്തിട്ട് ആ ചുട്ടെടുത്തിട്ടുള്ള ദോശ ഉണ്ടല്ലോ അത് പെട്ടെന്ന് തന്നെ ഫോൾഡ് ചെയ്തെടുക്കുക. എന്നിട്ട് ഒഴിച്ച് കൊടുത്തിട്ടുള്ള ദോശ എടുക്കുക. എന്നിട്ട് പെട്ടെന്ന് തന്നെ ഓരോ സ്റ്റെപ്പും ഓരോന്നും ഫോൾഡ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാനിപ്പോൾ
8 സ്നാക്കാണ് കേട്ടോ റെഡിയാക്കിയിട്ടുള്ളത്. ഇനിയിപ്പോൾ നമുക്കതൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം. ഡീപ് ഫ്രൈ അല്ല, ഷാലോ ഫ്രൈ മാത്രം ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഈ ഒരു മുട്ടയിൽ മുക്കിയിട്ട് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതാ ഒരു കോഴിമുട്ട എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. ഈ ഒരു മുട്ടയുടെ മിക്സിയിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് വേണം നമുക്കതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാൻ. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലെ ഓരോ ബോക്സും എടുക്കുക. എന്നിട്ട് ആ ഒരു മുട്ടയുടെ മിക്സിൽ നന്നായിട്ടൊന്ന് മുക്കിയെടുക്കുക. ഇനി നമുക്കിതാ ചൂടായി വന്നിട്ടുള്ള പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതാണ്. എന്നിട്ട് അതിലേക്ക് വെച്ച് കൊടുത്തിട്ട് നമുക്ക് 2 ഭാഗം നല്ലതുപോലെ തന്നെ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി. മുട്ടയില്ല പെട്ടെന്ന് തന്നെ കുക്കായിട്ടും കളറൊക്കെ ചേഞ്ച് ആയിട്ട് വരും. കൂടുതൽ ടൈമൊന്നും വേണ്ട. അപ്പോൾ നമുക്ക് ഇതുപോലെ നല്ലതുപോലെ തന്നെ ഒന്ന് മുക്കിയിട്ട് അതിലേക്ക് വെച്ച് കൊടുക്കാം. ഇനിയിപ്പോൾ അധികം ടൈമൊന്നും വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ കുക്കായിട്ട് വരും. അപ്പോൾ ആ ഒരു സൈഡൊന്ന് കുക്കായി വരുന്ന സമയത്ത് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഉണ്ടല്ലോ മുട്ടയൊക്കെ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കുക്കായിട്ട് അതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ട് വരും. അപ്പം ഏറ്റവും ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി. തീ ഒരിക്കലും കൂട്ടി വെക്കാൻ പാടില്ല. അപ്പോൾ ഉണ്ടല്ലോ ഈ ഒരു കളറാവുന്ന സമയത്ത് തിരിച്ച് കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ സൈഡ് ഭാഗമൊക്കെ ഒന്ന് കളറൊന്ന് ചേഞ്ച് ആക്കി എടുക്കാം. ആ ഒരു ഭാഗത്തുള്ള മുട്ടയൊക്കെ ഒന്ന് കുക്കാക്കി എടുക്കാൻ ഇതുപോലെ 2 സ്പൂൺ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് പിടിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ആ ഒരു സൈഡും കൂടെ നമുക്ക് ആ സൈഡിലുള്ള മുട്ടയും കൂടെ ഒന്ന് കുക്കാക്കി എടുക്കാം. അപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ കുറച്ച് ടൈം കൂടുതലൊന്നും വേണ്ട, ഒരു 3-4 സെക്കൻഡൊക്കെ ഒന്ന് വെച്ച് കൊടുത്താൽ മതി. അപ്പോഴേക്കും അത് വെന്ത് വന്നിട്ടുണ്ടാവും. ആ ഒരു മുകൾ ഭാഗത്തുള്ള മുട്ട മാത്രമല്ലേ വേവാനുള്ളൂ. അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്തെടുത്താൽ മതി. ഇനി ഇത് മൊത്തമായിട്ട് റെഡി ആയിക്കഴിഞ്ഞാൽ നമുക്കിത് പാനിലൊന്നും മാറ്റിയെടുക്കാം. അപ്പോൾ അടിപൊളിയാണ് കേട്ടോ. പിന്നെ ഇത് ചൂടോട് കൂടെ തന്നെ സേവ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. നമ്മൾ കഴിക്കാൻ തുടങ്ങുന്ന ആ ഒരു സമയത്ത് മാത്രം ഇതുപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുത്താൽ മതി. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഫോൾഡ് ചെയ്തിട്ടൊക്കെ റെഡി ആക്കിയിട്ടൊക്കെ വെക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഫ്രൈ ആക്കുന്നത് നമുക്ക് കഴിക്കുന്നതിൻ്റെ ആ ഒരു തൊട്ട് മുന്നേ മാത്രം ചെയ്തെടുത്താൽ മതി. അപ്പോൾ അതാ ഞാനിപ്പോൾ മുഴുവനായിട്ട് ആ ഒരു രീതിയിൽ ആക്കിയെടുത്തിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ മുട്ട പപ്സൊക്കെ കഴിക്കില്ല, ആ ഒരു രീതിയിൽ തന്നെ നമുക്കിത് കഴിക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ആ ഒരു ടേസ്റ്റിൽ തന്നെ നമുക്കിത് കഴിക്കാൻ പറ്റും കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഒന്നൊക്കെ കഴിച്ചാൽ തന്നെ ഏകദേശം നമ്മുടെ വയറൊക്കെ നിറയും, ഫില്ലാവും. നല്ല ടേസ്റ്റാണ്. ആ ഒരു മസാല ആയാലും അടിപൊളി ടേസ്റ്റാണ്. പിന്നെ ഒരു കോഴിമുട്ടയൊക്കെ വെച്ചെടുത്തതുകൊണ്ട് തന്നെ കഴിക്കുന്ന സമയത്തായാലും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈ ഒരു മുട്ടയിൽ മിക്സാക്കി ഷാലോ ഫ്രൈ ചെയ്തതുകൊണ്ട് അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി, കഴിക്കുന്നതിന് തൊട്ട് മുമ്പ് മാത്രം ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക, അത്രയേ ഉള്ളൂ. തണുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ദോശയൊക്കെ ചുട്ടിട്ടല്ലേ എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു അത് സോഫ്റ്റായിട്ട് മാറും. അതുകൊണ്ട് കഴിക്കുന്നതിൻ്റെ തൊട്ട് മുന്നേ മാത്രം ഇത് ഫ്രൈ ആക്കി എടുക്കുക. ഇനിയിപ്പോൾ അതൊന്ന് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഉൾഭാഗം കൂടെ കാണിച്ചു തരും. ഉണ്ടല്ലോ ഈ ഒരു രീതിയിലാണ് ഇതിൻ്റെ ഉൾഭാഗം ഉള്ളത്. അപ്പോൾ ഈ ഒരു സ്നാക്കിൻ്റെ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതാരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൊണ്ട് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. പുതിയ വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു.